നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ലൈവ് അറ്റ് 6-ൽ ആദ്യം പ്രധാന വാർത്ത. അയാൾ വീണ്ടും നമുക്കിടയിൽ. പുതിയ രൂപത്തിലും ഭാവത്തിലും സോളാർ കേസിലെ മുഖ്യപ്രതി. ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞിട്ട് വളരെ 1975-ൽ സ്ഥാപിതമായ NGO. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇരകളെ വീഴ്ത്തിയത് പല പേരുകളിൽ, പണിതത് വൻ സാമ്രാജ്യം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ഓഫീസ് പൂട്ടി മുങ്ങി. CPM ബന്ധം ഉപേക്ഷിച്ച് ഐഷ പോറ്റി കോൺഗ്രസിൽ. എക്കാലവും മനുഷ്യപക്ഷത്തെന്ന മുൻ MLA. ഇങ്ങനെയാണോ ഐഷ പോറ്റി എന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയാക്കിയത്? ഈ നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്, എന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. ഐഷ പോറ്റി വർഗവഞ്ചകയെന്ന് മേഴ്സിക്കുട്ടിയമ്മ. അപ്പൊ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐഷ. കേരള കോൺഗ്രസ് UDF-ലേക്ക് മടങ്ങുമോ? പാർട്ടിയിൽ രണ്ട് അഭിപ്രായം. എതിർപ്പുമായി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. പാർട്ടി ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി മറ്റന്നാൾ. വിസ്മയത്തിനായി കാത്തിരിക്കണമെന്ന് VD സതീശൻ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിൽ. പാലക്കാട് എത്തിച്ച് തെളിവെടുക്കും. കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന് രാഹുൽ. MLA-ക്കെതിരെ യുവജന സംഘടനകളുടെ വൻ പ്രതിഷേധം. അതിജീവിതയെ അധിക്ഷേപിച്ചതിൽ കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ DGP-ക്ക് പരാതി. തന്ത്രി കണ്ഠരര് രാജീവർക്ക് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക കേസിലും അറസ്റ്റിലേക്ക്. അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി. A. പത്മകുമാർ വീണ്ടും റിമാൻഡിൽ. മകരവിളക്കിനൊരുങ്ങി ശബരിമല. സന്നിധാനം ഭക്തിസാന്ദ്രം. തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുന്നു. സുരക്ഷയ്ക്ക് 2000 പോലീസുകാർ. മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തടഞ്ഞ് സംസ്ഥാന സർക്കാർ. നടപടി ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ നിൽക്കെ കാരണം വ്യക്തമാക്കാതെ റവന്യൂ ഉദ്യോഗസ്ഥർ. കുംഭമേള 18 മുതൽ ഫെബ്രുവരി 3 വരെ. പൂരത്തിന്റെ നാട്ടിൽ ഇനി കലാമേളപ്പെരുക്കം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. 10,000 പ്രതിഭകളെ കാത്ത് 25 വേദികൾ. അണിഞ്ഞൊരുങ്ങി തൃശൂർ നഗരം. ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി. ഭീകരർക്കെതിരായ പോരാട്ടം തുടരും. ഏതാക്രമണങ്ങൾക്കും തക്കതായ മറുപടി നൽകും. പാകിസ്ഥാന്റെ ആണവ ഭീഷണി സൈന്യം തകർത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. വിശദമായി നോക്കാം. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി രംഗത്ത്. സന്നദ്ധ സംഘടനകൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ്. ബിജു വർഗീസ് എന്ന പേരിലാണ് പുതിയ തട്ടിപ്പ്. ന്യൂസ് 18 ബിഗ് ഇൻവെസ്റ്റിഗേഷൻ. UK-യിൽ നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ
കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബര കാറാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്. ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് വളരെ നിങ്ങൾ ബാക്കിയുള്ള മാറ്റിക്കോ, മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40%, 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രോജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർത്തപ്പം ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് മാത്രം 4800 കോടി രൂപ വന്നു. പുതിയ അമൃതയുടെ എന്റെ പ്രോജക്റ്റ് ആണല്ലേ. 2800 ബെഡാണ് പ്രോജക്റ്റ്. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു. ലിറ്റർ 1-ന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ് കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂ, അതും ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ടാണ് ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇതൊക്കെ ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വാർത്തയായി മാറിയതല്ലേ. ഭയങ്കര വാർത്തയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ഗോത്രകരണം. പക്ഷെ ഗവൺമെന്റിന് ഫണ്ടില്ല. അത് നടപ്പാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും വിമുക്തിയെ അവലംബിപ്പിച്ചു, സോഷ്യൽ. പക്ഷേ ഇവരെ ഫണ്ട് കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ NHF ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രോജക്റ്റും ചെയ്യുന്ന നമ്മളാണ്. ഉത്തർപ്രദേശിലെ എല്ലാ പ്രോജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം
അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നുമില്ല. മറ്റേതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ലാഭമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ 1500 കോടി രൂപ മിനിമം വേണം തുടങ്ങണമെങ്കിൽ. അതായത് ഒരു ബെഡിന് 3 കോടി രൂപ എന്നുള്ളതാണ് കാൽക്കുലേഷൻ വരികയാണ്. അതായത് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ 500 ബെഡ് മിനിമം ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. 25 ഏക്കർ സ്ഥലം വേണം. അന്നേരം ഈ ഒരു ഫിഗറിൽ 1500 കോടി രൂപ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് 3000 കോടി രൂപയാണ്. അതിൽ 1500 കോടി രൂപ ഭരിക്കുന്ന കക്ഷിക്ക് പോകും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള 1500 കോടി രൂപ മെഡിക്കൽ കോളേജ് ചെയ്യും. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലക്കൽ SBയിലെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചത് കൊണ്ട് ഞാൻ ഈ NHF-ൽ തന്നെ UK-യിൽ CEO ആയിരുന്നു, മാഞ്ചസ്റ്റർ CEO ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ സൗത്ത് CEO ആണ് ഞാൻ. ഇതിന്റെ 4 സ്റ്റേറ്റിന്റെ ചാർജ് ഉണ്ട്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം 4 ഞാൻ ഡീൽ ചെയ്യുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്. കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ എഫൊക്കെ കറങ്ങിയാലും പുള്ളി കമ്മീഷണറാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷണറാണ്. ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക കമ്മീഷണറാണ്. CIT ആണ്, കമ്മീഷണർ ഇൻകം ടാക്സ് ആണ്. പേര് ശ്രീകുമാർ. എന്റെ ബ്രദറിലോ വന്നിട്ട് അങ്ങനെ ആലപ്പുഴ ഉണ്ടായി. പിന്നെ എന്റെ സിസ്റ്റർ അവിടെ SBIയിലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അവിടെ മുല്ലക്കൽ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു. ഇപ്പൊ സീനിയർ മാനേജറാണ്. അന്നേരം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മളായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്ട് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാ ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975-ൽ സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOസിൽ ഒന്നാണ് സുമംഗലി സേവാ ആശ്രമം. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീലാമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് അതിന്റെ ട്രസ്റ്റി. ദീമാപൂർ നമ്മളിപ്പോ പുതിയ പ്രൊജക്ട് അതിന്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ തന്നെ February 3-ന് അവസാനിക്കുന്ന ഒരു ഫണ്ടിങ് സ്കീമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ ത്രൂവിൽ തന്നെ ചെയ്യാം. ജർമ്മൻ എംബസിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഒരു DAP പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മോൾ ഫണ്ട്സ് അല്ലേ? അത്ര, അതായത് മാസം 5 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും 2 വർഷത്തേക്ക്. 5 ലക്ഷം വെച്ച്. നേരത്തെ ജർമ്മൻ എംബസിയൊക്കെ 2 lakhs മാത്രമേ കൊടുക്കുള്ളൂ. 5 lakhs ആയി. 5 lakhs വെച്ച് ഓരോ മാസം കൊടുക്കും. അത് DAP ആണ്. ഞങ്ങൾക്ക് കുറെ വർഷം മുന്നേ നെതർലൻഡ് എംബസിയിൽ ഒരു ചെറിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഒരിക്കലും 8 ലക്ഷം കിട്ടി, പിന്നെ 13 ലക്ഷം കിട്ടി. ആണോ? ബെനിഫിറ്റിയിൽ നിങ്ങളുണ്ടോ? ഇല്ല, ബെനിഫിറ്റിയില്ല. ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം വെച്ച് കേൾക്കേണ്ടിയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ബെനിഫിറ്റ്. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികൾ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞാൽ സംഘടനയുടെ മുഖം നഷ്ടമാവുകയും ലഭിച്ചുവരുന്ന സഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്താൽ തട്ടിപ്പിനിരയായത് പുറത്തു പറയാൻ മടിക്കുന്നവരും പണം നഷ്ടമായവരിൽ ഉണ്ട്.
തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്നെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ഓഫീസ് പൂട്ടി. കാക്കനാട്ടെ മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷൻസ് എന്ന സ്ഥാപനമാണ് പൂട്ടി ജീവനക്കാരടക്കം മുങ്ങിയത്. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാമെന്ന വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ ബിജു രാധാകൃഷ്ണൻ തന്റെ ഓഫീസ് പൂട്ടി സ്ഥലത്ത് നിന്നും മുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. കാക്കനാട് റെക്ക ക്ലബിന് തൊട്ട് സമയമുള്ള കണ്ണായ സ്ഥലത്തെ ഓഫീസാണ്. 2 നിലകളിലായാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മെറിഡിയൻ പ്രോജക്ട് കൺസൾട്ട് പ്രൊഫഷണൽസ് എന്ന പേരിലാണ് ഈ ഓഫീസ് ഉള്ളത്. ഈ ഓഫീസിലായിരുന്നു കൂടുതൽ സമയത്തും ബിജു രാധാകൃഷ്ണൻ ഉള്ളത്. വിരമിച്ച സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥനായ പോലീസുകാരനും ഒപ്പം ബെർലിൻ എന്ന മാനേജർ അടക്കമുള്ള ആളുകളും അടക്കം 20ഓളം പേരാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത്. പതിവ് പോലെ തന്നെ ഇന്ന് രാവിലെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെ ഇവിടെ എത്തുകയും ഓഫീസ് തുറക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനുശേഷം ഓഫീസ് പൂട്ടി വളരെ പെട്ടെന്ന് തന്നെ ജീവനക്കാർ മടങ്ങുകയായിരുന്നു. തിടുക്കത്തിൽ ഈ ഓഫീസിലെ ഓൺ ചെയ്ത ലൈറ്റുകൾ പോലും ഓഫ് ചെയ്യാൻ നിൽക്കാതെയാണ് ജീവനക്കാർ ഇവിടെ നിന്നും മടങ്ങിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ പിന്നീട് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകനടക്കം ആരും പ്രതികരിക്കുന്നില്ല. എന്തായാലും ഒരു കൺസൾട്ടന്റ് സ്ഥാപനം എന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നാണ് ഈ സ്ഥലത്തിന്റെ ഉടമയ്ക്കും അയൽവാസികൾക്കുമൊക്കെ അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജിലും മറ്റും നിർമ്മിച്ച് നൽകുന്ന ആളുകൾ എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ ബിജു രാധാകൃഷ്ണനാണ് അല്ലെങ്കിൽ ഈ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന് സമീപവാസികൾക്ക് പോലും അറിയുമായിരുന്നില്ല. പലപ്പോഴും വലിയ ആഡംബര വാഹനങ്ങളിൽ ഈ ഓഫീസിന് മുൻവശത്തെത്തുകയും പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയുമാണ് ചെയ്തിരുന്നത്. മറ്റ് ആളുകൾക്ക് പോലും പിടികൊടുക്കാത്ത രീതിയിലായിരുന്നു ബിജുവിന്റെ പ്രവർത്തനമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാലും ടീം സോളാറിന്റെ മാതൃകയിൽ തന്നെയുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഈ CSR തട്ടിപ്പും കടക്കുന്നത്. അതായത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിയമാനുസൃതമായി നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ രേഖകളോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു, കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി വെളിപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാപനം പൂട്ടി ജീവനക്കാർ ഇവിടെ നിന്നും മുങ്ങുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും എന്ന ഒരു കണക്കുകൂട്ടൽ ബിജുവിനുണ്ടാവാം. നിലവിൽ പരാതിക്കാർ ആരും പരസ്യമായി രംഗത്ത് വരാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പിൽ പണം നഷ്ടമായിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷത്തിന് താഴെയാണ് ഈ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഓഫീസ് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. കൊച്ചി നഗരത്തിൽ തന്നെ മറ്റ് 4 ഇടത്തു കൂടി ഓഫീസുണ്ട്. ആ ഓഫീസുകളുടെ പ്രവർത്തനം കൂടി അവസാനിപ്പിച്ചോ അവിടെയും അടച്ചുപൂട്ടിയോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കൂടുതൽ പരാതിക്കാർ ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത. പൂരങ്ങളുടെ നാട്ടിലെ കലോത്സവ പൂരത്തിലേക്ക് എത്താം. ഒരിടവേള. UK-യിൽ നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തൃശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 10-ന് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിലായി 239 മത്സരങ്ങളാണുള്ളത്. നവമി ദിനേശുണ്ട് കലോത്സവ നഗരിയിൽ. നവമി, പൂരങ്ങളുടെ നാടാണ്. അവിടെ കലോത്സവ പൂരത്തിനുള്ള കേളികെട്ട് അത് ഉയർന്നു കഴിഞ്ഞു. ഇനി ഒരൊറ്റ ദിവസം കാത്തിരുന്നാൽ മതി നമ്മളുടെ കുട്ടികളുടെ പൂരത്തിനായി. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നവമി, പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വേദിയായ തേക്കിൻകാട് മൈതാനിയിലാണ്. ഇവിടെയാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവത്തിന് ഉദ്ഘാടനം നടത്തുക. അതേ നമ്മൾക്കൊപ്പം രണ്ട് മോഹിനിയാട്ടവും ഭരതനാട്യവും. പറയൂ, എന്തുണ്ട് വിശേഷം? വിശേഷം മാത്രമല്ല, ഇപ്പൊ തൃശ്ശൂരിന്റെ മണ്ണിലാണ് 8 വർഷത്തിന് ശേഷം സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മാത്രമല്ല, ഞങ്ങൾ കാൽഡിയൻ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മൊത്തം ഡ്യൂട്ടിയാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ മത്സരത്തിന് പങ്കെടുക്കുന്നില്ല? ഞങ്ങൾ ഈ പ്രാവശ്യം മത്സരത്തിന് പങ്കെടുക്കില്ല. അടുത്ത പ്രാവശ്യം കട്ട സപ്പോർട്ടായിട്ടുണ്ടാവും. ഈ പ്രാവശ്യം ഉണ്ടാവും. ഈ പ്രാവശ്യം കപ്പ് നമുക്ക് തൃശ്ശൂരുകാർക്ക് തന്നെ തൂക്കണം. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ തന്നെ. അതെ, നമുക്കൊരു പാട്ട് പാടിയാലോ? പാടുവാ. ഒരു തൃശ്ശൂർക്കാരുടെ ഒരു പാട്ട് തന്നെ പാടുക. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണ കാന്ത, പൂരം എനിക്കൊന്ന് കാണണ കാന്ത, തബല എനിക്കൊന്ന് കാണണ കാന്ത, തബല എനിക്കൊന്ന് കാണണ കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. പേര്? വേദിക കൃഷ്ണ. വേദിക കൃഷ്ണ, ആതിര സുനിൽകുമാർ. രണ്ടുപേരും ഈ പൂര വിളംബരത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു. ഞാൻ കണ്ടു. അപ്പൊ അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. രണ്ട് സുന്ദരി കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഭവ്യ, നാളെ മുതൽ ഇതുപോലെ ഒരുപാട് സുന്ദരി കുട്ടികളെയും എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് എല്ലാം വലിയ ആവേശത്തിലാട്ടോ. ടീച്ചേഴ്സ് ആവേശത്തി പൂരെത്തി. 64ാമത് കലോത്സവമാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം കപ്പ് കൊണ്ടുവന്നത് ഞങ്ങൾ തന്നെയാണ്. ആ കപ്പ് ഞങ്ങൾ എന്തായാലും വിട്ടുകൊടുക്കില്ല. അതെന്തായാലും ഞങ്ങൾ തന്നെ വാങ്ങും. ഇക്കൊല്ലം ഞങ്ങൾ തന്നെ കപ്പെടുക്കും. എല്ലാം നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ പറയണ കപ്പ് ഞങ്ങൾ എടുത്തിരിക്കും. തൃശ്ശൂരിന് എന്തായാലും വിട്ടുകൊടുക്കില്ല. എത്ര കുട്ടികളാണ് അവിടുന്ന് പങ്കെടുക്കുന്നത്? നമുക്ക് 250 ഇനങ്ങളിൽ 1000-1000 കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 25 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലും ഒരു വേദിയുണ്ട്. ഞങ്ങൾ കാൽഡിയൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരാണ്. അപ്പൊ ഞങ്ങളുടെ വേദി 11 കർണികാരാണ്. അവിടെ നാടകമാണ് നടക്കുന്നത്. അപ്പൊ അത് നല്ലൊരു വേദിയാണ്. അപ്പൊ നിങ്ങൾ വരണം. ഞങ്ങളുടെ സ്കൂൾ കാണാനായിട്ട് നിങ്ങൾ വരണം കേട്ടോ. എന്തായാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കപ്പ തൃശ്ശൂർക്ക് തന്നെ. സ്പോർട്സിൽ രണ്ടാമത് ഞങ്ങളാ വാങ്ങിച്ചതെന്ന് പറഞ്ഞോളൂ. ഞങ്ങള് കല മാത്രമല്ല, കായികത്തിലും ഞങ്ങള് ഓവറോള് ജില്ലയിൽ ഫസ്റ്റ് ആണ്. അതുപോലെ ഞങ്ങൾക്ക് നാഷണൽ വരെ ഞങ്ങൾക്ക് മെഡലുണ്ട്. അങ്ങനത്തെ കുട്ടികളുണ്ട്. എന്നാലും ഞങ്ങൾ കലോത്സവം ഞങ്ങൾ ഒപ്പത്തിനൊപ്പം തന്നെ കൊണ്ടുപോകും. ഞങ്ങളുടെ കുട്ടി നാളെ ഈ വേദിയില് കുച്ചിപ്പുടി മത്സരത്തിന് മത്സരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവർക്ക് ഫുൾ സപ്പോർട്ട്. അതെ, എല്ലാവരും ഉണ്ട്. ഫുൾ സപ്പോർട്ടാണ്. ഉണ്ടാവും. ഓക്കെ. എന്നാലും തൃശ്ശൂർക്കാർ പറയുന്നത് ഇത്തവണ കപ്പ് അവർ കൊണ്ടുപോകുമെന്നാണ്. പക്ഷേ തിരുവനന്തപുരംകാർ ഇന്ന് രാവിലെ ആദ്യത്തെ ബാച്ചിനെ വരവേൽക്കാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ തിരുവനന്തപുരത്തെ അധ്യാപകർ പറയുന്നത് ഇത്തവണ ഞങ്ങൾ കപ്പ് കൊണ്ടുപോകുമെന്നാണ്. അപ്പോൾ ആരാണ് കപ്പ് കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭവ്യ, ഇതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ലോഗോ. 64 എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയോടുകൂടിയാണ് ഈ 64 എഴുതിയിരിക്കുന്നത്. അതിൽ 6 വീണയും 1 ആ ഒരു 4ന്റെ ആ ഒരു ബ്രഷ് ഉണ്ട്. ഒപ്പം തൃശ്ശൂർക്കാർക്ക് ആനക്കൊമ്പില്ലാതെ അല്ലെങ്കിൽ ആനയില്ലാതെ എന്താഘോഷം. ആനക്കൊമ്പ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. ചിലങ്കകളുണ്ട്. 64 ചിലങ്കകളാണുള്ളത്. അതിൽ ഓരോ മണിയും ഓരോ കലാരൂപത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ലോഗോയും ഇത്തവണയുണ്ട്. ഇതിൽ ഇത്തവണ ഓരോ വേദികൾക്കും പൂവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, താമര
പൂവിന്റെ പേര് നൽകിയതിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിവാദങ്ങൾക്കൊക്കെ അവസാനിച്ച് താമര എന്നൊരു പേര് തന്നെ വേദിക്ക് നൽകുകയും ചെയ്തു. 25 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. ഏകദേശം നിരവധി, നമുക്കറിയാം ഈ കലോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വലിയൊരു ആവേശമാണ്. അതിലൊരു ജയം തോൽവി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മ, കുട്ടികളുമായിട്ട് വരിക, അധ്യാപകരുടെ എല്ലാവരുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന വേദി. അവിടെ ജയപരാജയങ്ങളൊക്കെ പിന്നീടാണ്. പക്ഷെ മത്സരം കാഴ്ചവെക്കുക അല്ലെങ്കിൽ നന്നായി മത്സരിക്കുക എന്നത് ആണ് കുട്ടികൾ പ്രധാനമായും നോക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു കലോത്സവത്തിനാണ് ഇത്തവണയും തൃശൂർ നഗരം ആതിഥ്യമരുളുന്നത്. അത്തരത്തിലൊരു കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ പണ്ടത്തെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ നവമി? ഓർമ്മകളൊക്കെ പഴയ കാലത്തോട്ട് പോകുന്നുണ്ടോ? അതെ ഭവ്യ, ഞാൻ അങ്ങനെ കലോത്സവത്തിലൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല. കാണികളായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പിന്നോട്ട് പോകേണ്ടി വരും, കുറെ പ്രായം ഉണ്ടല്ലോ നോമിക്ക്. അതുകൊണ്ട് ഒരു തവണ സ്കൂളിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതെ 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 ഞാൻ തിരുവാതിരക്ക് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അത് സബ് ജില്ലയിൽ പോയിട്ട് പിന്നെ എങ്ങോട്ട് പോവാൻ പറ്റിയില്ല. അവിടെ കൊണ്ട് തന്നെ മറ്റേ ജഡ്ജ് പറഞ്ഞ് അവസാനിപ്പിച്ചോളാൻ. അങ്ങനെ തിരുവാതിര കളിച്ച ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ വലിയ രീതിയിൽ കലോത്സവങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടോ ഒന്നുമില്ല. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു ആവേശവും ആൾക്കാരുടെ സന്തോഷം, കുട്ടികളുടെ സന്തോഷം, അവരുടെ ഒരുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷം, എനിക്കും വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എക്സൈറ്റഡ് ആണ്. നാളെ മുതൽ എന്താണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റും കൂടിയുണ്ട് ഭവ്യ. ശരി, എന്തായാലും കലോത്സവ നഗരിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 തത്സമയ സംപ്രേഷണം ഉണ്ടാകും. പ്രേക്ഷകർ എന്തായാലും ന്യൂസ് 18-നൊപ്പം തുടരുക. നവമി ദിനേശും ഞങ്ങളുടെ മുഴുവൻ ടീമും അവിടെയുണ്ട്. കലോത്സവ നഗരിയിലെ ഓരോ വിശേഷങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. എന്തായാലും സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാധ്യമായതെല്ലാം ചെയ്തു. പഴുതടച്ച പോലീസ് സുരക്ഷയ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യായമായ വിമർശനം ഉൾക്കൊള്ളും. ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കില്ലെന്നും മന്ത്രി. 19 കമ്മിറ്റികൾ, 25 വേദികളിൽ മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണപ്പുര അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാലുകാച്ച് കർമ്മം നടക്കുകയാണ്. ആദ്യ ബാച്ചിനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. ഞാനിന്ന് അക്കോമഡേഷൻ സെന്റർ സന്ദർശിച്ചു, ഭക്ഷണശാല സന്ദർശിച്ചു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണം നടത്തി. എല്ലാ കമ്മിറ്റികളുമായും എല്ലാ വേദികളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് സ്വാദിഷ്ടമായ ഭക്ഷണം കുട്ടികൾക്കായി തയ്യാറാക്കുന്നത്. ചക്കപ്പായസവും നവധാന്യ ദോശയും ഒക്കെയാണ് ഇത്തവണത്തെ സ്പെഷ്യൽ. ഒന്ന് കണ്ടുവരാം. അങ്ങനെ പാചകപ്പുരയുടെ പാലുകാച്ചിലോടുകൂടി തന്നെ കലോത്സവത്തിന്റെ ഒരു ഉണർവ് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയടത്തിന്റെ പാചകപ്പുരയിലാണ്. ഇവിടെ അല്പസമയം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പാലുകാച്ചൽ നടത്തിയത്. ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ തിരക്കിലാണ്. ഇത് നാരങ്ങാച്ചാർ അല്ലേ? ഇപ്പോഴേ തുടങ്ങി പണികളല്ലേ? എന്താ ഇത്തവണ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? സ്പെഷ്യൽ ഉണ്ടോ? ചക്കപ്പായസം ഉണ്ടല്ലോ. പിന്നെ എല്ലാ ദിവസവും ഉള്ള കറികൾ തന്നെ. നമ്മുടെ കൂട്ടുകറി, അവിയല്, ഓരോ ദിവസവും ഓരോ അച്ചാറ്, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, അങ്ങനെ ഓരോ അച്ചാറുകളും ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് തന്നെ വലിയൊരു സന്തോഷം തന്നെയാണല്ലേ? ഒരു ആഘോഷമാണ് നിങ്ങൾക്ക്. പിന്നെ അല്ലാതെ ഞങ്ങളുടെ ഉത്സവം തന്നെയാണ്. തൃശ്ശൂർക്കാർ തന്നെയാണോ എല്ലാരും? അല്ലല്ല, ഞങ്ങള് കോട്ടയംകാരാണ്. കോട്ടയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. എല്ലാ വർഷവും ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഓ, പഴയടത്തിന്റെ ഒപ്പം തന്നെയാണ്. ഇത്തവണ കഴിഞ്ഞ തവണ തിരുവനന്തപുരം, ഇത്തവണ തൃശ്ശൂർ അല്ലെ? അപ്പൊ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ല, പുള്ളിയുടെ ടേസ്റ്റ് ഒരേ ടേസ്റ്റ് തന്നെയാണ്. അത് ഏത് ജില്ലയിൽ പോയാലും മാറില്ല. അതാണല്ലോ പുള്ളിക്ക് അത്ര ഇതായത്. അങ്ങനെ നാരങ്ങ അച്ചാറ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. ഇവിടെയും നാരങ്ങ, ഒരുപാട് നാരങ്ങയുണ്ട്. ഇത്ര ദിവസം കുട്ടികൾക്കും ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും കൂടി ഇതൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ നല്ല തിരക്കിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ പഴയടം കൂടി ചേരുന്നുണ്ട്.
അങ്ങനെ വീണ്ടും ഒരു കലോത്സവത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം തന്നെയാണ് അല്ലേ? അതെ അതെ, നന്നായി പോകണം. ഇതുവരെ പിന്നെ പാലുകാച്ചാറ് കൂടി നമ്മൾ തുടങ്ങി. ഇത്തവണ ചക്കപ്പായസം ഒരു പ്രത്യേകതയാണ്. നാളെ ചക്കപ്പായസം കൊടുക്കുന്നു, നാളെ നവധാന്യ ദോശ കൊടുക്കുന്നു. ദോശയോടൊപ്പം മറ്റു ദോശയോടൊപ്പം തന്നെ ഓരോ നവധാന്യ ദോശയും കൂടി കൊടുക്കുന്നു. അതിൻ്റെ ഒരു കൊങ്ങിണിമാരുടെ വിഭവമാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എറണാകുളത്ത് വന്ന ആൾക്കാരാണ് അവരെ കൂടി ചോദിച്ചത്, ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലായി. എങ്ങനെയാണ് ഈ നവധാന്യ ദോശയിലേക്ക് അദ്ദേഹം ചോദിച്ചത്. അതിനു മുന്നേ ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ടേസ്റ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം? ഇല്ല, നമുക്കൊരു യൂണിഫോം ടേസ്റ്റ് ആയിരിക്കുമല്ലോ, കേരളത്തിൽ എവിടെ ആയാലും. അതാണ് പ്രത്യേകതയും. അതാണ് എന്റെ പ്രത്യേകത. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്, ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ ഇത്തവണത്തെ പ്രത്യേകത നവധാന്യ ദോശയാണ്. നമ്മുടെ ഒപ്പം ഇപ്പൊ സംസാരിച്ചത് പഴയടമാണ്. ചോദിക്കാം, ഈ നവധാന്യ ദോശ ഇത്തവണ കലോത്സവത്തിന് കുട്ടികൾക്ക് നൽകുകയാണ്. അതെന്താണ് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്? അതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളുമ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടായി. ഈ എറണാകുളത്തായിരുന്നു സംഭവം. അതിൽ പഴയട നമ്പൂതിരി പങ്കെടുക്കാൻ ഇടയായി. അവിടെ വെച്ച് നമ്മളൊരു ദോശ കൊടുത്തത് ഇഷ്ടപ്പെട്ടു. പുള്ളി ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ വന്ന് ചെയ്ത് ചെയ്യാൻ നമ്മ 2 കൈ വെച്ച് സ്വീകരിക്കുകയായിരുന്നു. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ സന്തോഷം. അതെ, അത് മാത്രമല്ല, ഇത്രയും വലിയ പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇത് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ചെയ്യണതാണ്. അങ്ങനെ ഒരു പ്രത്യേകം കൂടെ ഉണ്ട്. നമ്മൾ വേറെ സ്റ്റാഫൊന്നും ഇല്ല, ഒരു ടാസ്ക് ആയിട്ട് എടുത്തേക്കണേണത്. നവധാന്യ ദോശയിൽ എന്തൊക്കെയാണ്? 9 കൂട്ടം ധാന്യങ്ങളുണ്ടാവും. പിന്നെ അത് കൂടാതെ അതിൽ മല്ലി, കായപ്പൊടി, കുരുമുളക്, ഉണക്കമുളക്, അങ്ങനെ എല്ലാം കൂടി ഒരു മിശ്രിതമാണത്. എരിവ്, പുളി എല്ലാം ഉണ്ടാവും. ഒരു ബോഡിക്ക് നല്ലൊരു ഗുണം ചെയ്യപ്പെടുന്ന ദോശയാണത്. എല്ലാ ദിവസവും ഉണ്ടാവും അതോ നാളെ? നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പറഞ്ഞേക്കണത്. അങ്ങനെ ഇത്രയും വലിയ ആളുകൾക്ക് കൊടുക്കുന്നത് ആദ്യമായിട്ട്? അതെ അതെ, ആദ്യമായിട്ടാണ്. പക്ഷേ ഒരു സന്തോഷം, ഭയങ്കരമായിട്ട് ഒരു ആദ്യമായിട്ടുള്ള ഒരു എന്താണ്, ഒരു ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നല്ല ഒരു എന്താണ്, ഇത്രയും ആളുകളുടെ ഇടയ്ക്കൽ ഞങ്ങളുടെ ഒരു നവധാന്യ ദോശ ഞങ്ങൾക്ക് തന്നെ ആ സാറിന് ഭയങ്കര നന്ദി പറയുന്നു. ഹെൽത്തി ഫുഡ്, അതുകൊണ്ട് ആ സാറിന് അത് ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളോടത്ത് പറഞ്ഞത് ഉണ്ടാക്കാം. ഇങ്ങനെ കലോത്സവം വന്നിട്ടുണ്ട്, നിങ്ങൾ വരുന്നു ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ വരും ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഇതിന് നല്ല ഒരു എന്താ പറയുക, നല്ല സന്തോഷമാണ്. പിള്ളേർക്ക് ഞങ്ങളുടെ ഒരു ദോശ കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയതിന് നന്ദി. എന്തായാലും ഇത് കഴിച്ചിട്ട് കൂടുതൽ ആളുകൾ ഇത് തേടി വരട്ടെ. എറണാകുളത്തല്ലേ? അതെ, എറണാകുളം തമ്മനത്ത്. അപ്പൊ വീണ്ടും ആളുകൾ വരട്ടെ ഈ നവധാന്യ ദോശ തേടി. അതെ അതെ, ഓക്കെ, താങ്ക് യു. അങ്ങനെ നവധാന്യ ദോശയും ചക്കപ്പഴവുമാണ് ഇത്തവണത്തെ കലോത്സവത്തിലെ പ്രത്യേകത. ദേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചേമ്പ്, ചേന, പൈനാപ്പിള്, മത്തങ്ങ, തേങ്ങ, കറിവേപ്പില എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചേച്ചിമാര് മുളക് ഇറുക്കുന്ന തിരക്കിലാണ്. ഹായ്, ഇപ്പോഴാണ് നിങ്ങൾ എല്ലാരും ചോറ് കഴിച്ചതെന്ന് ഞാൻ കണ്ടു. ചേച്ചി എത്ര വർഷമായി ഇപ്പോ? 7 വർഷത്തോളായി. ഇത് വലിയ സന്തോഷം കൂടി തന്നെയല്ലേ? അതെ അതെ, ഇത്രയും കുട്ടികൾക്കും വരുന്ന അതിഥികൾക്കും ഒക്കെ അതെ അതെ ഉണ്ടാക്കി കൊടുക്കാൻ സന്തോഷം തന്നെ. നിങ്ങക്ക് വലിയ ആഘോഷം തന്നെയാണല്ലേ ഇത്? ചേച്ചിമാരൊക്കെ കുറച്ചൊരു നാണത്തിൽ കൂടിയാണ് സംസാരിക്കാൻ. എന്തായാലും അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഒരു വലിയ ആഘോഷത്തോടു കൂടി ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു കലോത്സവവും. ഈ കുട്ടികളോടൊപ്പം തന്നെ അത് ആഘോഷിക്കുന്ന നിരവധി പേരുണ്ട്. അക്കൂട്ടത്തിലുള്ളവരാണ് ഈ കലവറയിൽ ഈ പാചകം ചെയ്യുന്നവർ. ഇവർ നൽകുന്ന ആഹാരം കഴിച്ചുകൊണ്ട്, സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെയായിരിക്കും കുട്ടികളും ഇവിടെ എത്തുന്ന അതിഥികളും ഒക്കെ ഓരോ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതും അത് കാണാനായിട്ടൊക്കെ എത്തുന്നതും. ക്യാമറാമാൻ KP ദിനേശിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശ്ശൂർ. ദീർഘകാലത്തെ CPM ബന്ധം അവസാനിപ്പിച്ച് CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. മുന്നോട്ടു പോകാൻ പറ്റാതെ വന്നതോടെയാണ് CPM വിട്ടതെന്ന് ഐഷ പോറ്റി പ്രതികരിച്ചു. പാർട്ടി അവഗണിച്ചു, ആരെയും കുറ്റപ്പെടുത്താനില്ല. കോൺഗ്രസിന്റെ രാപ്പകൽ സമരപ്പന്തലെത്തിയ KPCC അധ്യക്ഷനിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. വർഗവഞ്ചക എന്ന വിളി പ്രതീക്ഷിക്കുന്നുവെന്നും എക്കാലവും താൻ മനുഷ്യപക്ഷത്താണെന്നും ഐഷ പോറ്റി. ഇങ്ങനെയാണോ ഐഷ പോറ്റി എന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയാക്കിയത് ഈ നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്, എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. മനുഷ്യന് ക്ഷമയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദ്യം വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലാതെ ഇനി എന്നോട് ഒന്നും ചോദിക്കില്ല, ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം. കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. എന്താണ്, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് എന്നെ
അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ആള്. നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് വിളിച്ചാലും എല്ലാ പാർട്ടിയും പോകത്തില്ലേ. അതേപോലെ എന്നെയും വിളിച്ചിരുന്നു. എനിക്കൊരു അനുഭവമുണ്ട്. 3 തവണ ML ഇരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന പല കാര്യങ്ങളും അവിടുത്തെ സ്കിൽ പാർക്കിന്റെ ഉൾപ്പെടെ ഞാൻ ഓരോ പറയൽ പല കാര്യങ്ങൾക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ മുമ്പിലുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ പോറ്റി വാന്ന് പറഞ്ഞത് ഞാനത്ര വലിയ ആളുമൊന്നും അല്ലെങ്കിലും ഉടനെ എണീറ്റ് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡറായാലും എത്ര വലിയ മന്ത്രിയായാലും അതിന് മേളിലുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ? കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയാകും. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, അങ്ങനെ 3 പതിറ്റാണ്ട് കാലത്തെ CPM ബന്ധം അവസാനിപ്പിച്ച് ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയിരിക്കുന്നു. ഇനി കൊട്ടാരക്കരയിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി കാണാം, അങ്ങനെയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങൾ നടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴായിരുന്നു ഐഷ പോറ്റി 3 തവണ കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിന്റെ വേദിയിൽ എത്തിയത്. നേരത്തെ തന്നെ ജൂലൈയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുന്നു, CPM വിടുന്നു എന്ന വ്യാപകമായ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അവർ അന്ന് എല്ലാ അഭ്യൂഹങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് താൻ CPMൽ തന്നെ തുടരും, ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമായതുകൊണ്ട് മാത്രമാണ് പങ്കെടുത്തത് എന്ന നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം പരിസമാപ്തിയിൽ എത്തിയത്. അതിനു മുമ്പ് തന്നെ ജൂലൈ മുതൽ ആ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി അന്തിമ തീരുമാനമെത്തി. ഇന്ന് ലോക്ഭവനിൽ മുമ്പിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് കോൺഗ്രസിൽ അംഗത്വമെടുക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായത്. അതനുസരിച്ച് വന്ന ഐഷ പോറ്റിക്ക് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിന് സമീപം വന്ന് പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ ഐഷ പോറ്റിയെ സ്വീകരിച്ചു. പിന്നീട് വലിയ മുദ്രാവാക്യം വിളികളോടെ ആർപ്പുവിളികളോടെ ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. CPMനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി എന്നാൽ തൻ്റെ പ്രവർത്തകരോടുള്ള സ്നേഹം എക്കാലവും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നത്. എന്നെ ഇത്രയാക്കിയത് ഈ നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്. എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. എൻ്റെ പൊന്നെ, നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡറായാലും എത്ര വലിയ മന്ത്രിയായാലും അതിന് മേളിലുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ? സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ? ഒന്നും കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന. അധികാരമോഹിയല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അധികാരമോഹിയല്ല. എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാരും അതൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇവിടെ. പക്ഷെ ഇന്നും ഞാൻ സൗമ്യമായിട്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ എൻ്റെ ഒരു പ്രസ്ഥാനമല്ലേ വളർത്തിയ വർഗ വഞ്ചകയെന്ന് തുടങ്ങി എനിക്ക് വലിയ ഭാഷ വശമില്ല, മാതിരി മ്ലേച്ഛ ഭാഷകളൊന്നും. അതൊക്കെ വരും. നിങ്ങൾ ഓർത്തോളുക, ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ മനുഷ്യനോടൊപ്പം എന്ന് നിൽക്കുന്ന ആളാണ്. ഒരു പ്രസ്ഥാനവും മാത്രമല്ല. ഇപ്പൊ ഈ ഭാഗമായി വന്നു ഒരു പഴയ കാലം മുതലുള്ള ഒരു തറവാടല്ലേ കോൺഗ്രസ് പ്രസ്ഥാനം. എല്ലാ പാർട്ടിയോടും എനിക്കിഷ്ടമാണ്, എല്ലാ മനുഷ്യരോടും ഇഷ്ടമാണ്. ഞങ്ങളുടെ സഖാക്കൾ പ്രവർത്തകരോടൊക്കെ അങ്ങേറ്റം ജീവനാണ്. നല്ല വിഷമം ചിലപ്പോൾ അവർക്ക് വരും, സാരമില്ല. ഈ ഐഷ പോറ്റി എന്നും ഐഷ പോറ്റി ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും. ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഒരു എളിയ പ്രവർത്തകയായിട്ട് ജീവനുള്ള കാലത്ത് മനുഷ്യനോടൊപ്പം കാണും, എല്ലാവരോടും ഒപ്പം കാണും. ACC ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊക്കെ ഐഷ പോറ്റിയെ സ്വീകരിക്കുന്ന ചടങ്ങിൽ ഉണ്ടായിരുന്നു. അവർക്ക് കൊട്ടാരക്കര സീറ്റ് തന്നെ നൽകാനാണ് സാധ്യത. നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം, പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനുശേഷം 3 തവണ 2006 കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന
കൊട്ടാരക്കരയുടെ എല്ലാമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയയാകുന്നത്. പിന്നീട് 2011-ലും 2016-ലും വലിയ ഭൂരിപക്ഷത്തിൽ അവർ അവിടെ നിന്ന് വിജയിച്ചു കയറി. 2021-ൽ 2 തവണ മത്സരിച്ചവരെ CPM മാറ്റി നിർത്താൻ തീരുമാനിച്ചപ്പോൾ ഐഷ പോറ്റിക്കും സീറ്റ് നഷ്ടമാവുകയായിരുന്നു. അതേ തുടർന്നാണ് അവർ CPM-യുമായി അകലാൻ തുടങ്ങിയത്. ഏതായാലും ഒടുവിൽ അവർ കോൺഗ്രസ് പാളയത്തിൽ എത്തിയിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ ഐഷ പോറ്റി മത്സരിക്കാനാണ് സാധ്യതയില്ല. ഐഷ പോറ്റി കാണിച്ചത് വർഗവഞ്ചനയെന്നാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത്. സ്ഥാനമാനങ്ങൾക്കുള്ള ആർത്തി എങ്ങനെ മനുഷ്യനെ വഷളാക്കും, അതാണ് ഐഷ പോറ്റി കാണിച്ചത്. ഐഷ പോറ്റിക്ക് പാർട്ടി വിട്ടു പോകാനുള്ള ഒരു സാഹചര്യവുമില്ല. എല്ലാ മനുഷ്യർക്കും ഒപ്പം നിൽക്കാനാണെങ്കിൽ എങ്ങനെയാണ് UDF-ൽ പോവുക എന്നും മേഴ്സിക്കുട്ടിയമ്മ. UDF-ലേക്ക് മടങ്ങാൻ ജോസ് കെ മാണി. കോൺഗ്രസുമായുള്ള ചർച്ചയിൽ തീരുമാനമായി. മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർണായക തീരുമാനം ജോസ് കെ മാണി അറിയിക്കും. അതേസമയം കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് എന്ന സൂചനയും ശക്തമാണ്. റോഷി അഗസ്റ്റിന്റെ എതിർപ്പ് അവഗണിച്ച് മുന്നണി മാറ്റവുമായി മുന്നോട്ടു പോവാനാണ് ജോസ് വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ ജോസിന്റെ മടങ്ങിവരവിൽ ജോസഫ് വിഭാഗവും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും എതിർപ്പറിയിച്ചു. അതിനിടെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തി. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി ജോസ് കെ മാണി. ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുമെന്ന ഭാഗമാണ് തിരുത്തിയത്. പകരം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും എന്ന് ഉൾപ്പെടുത്തി. LDF-ന്റെ ഭാഗമായിരിക്കെ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുമെന്ന പരാമർശമുണ്ടായത് മുന്നണി മാറ്റത്തിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടതോടെയാണ് തിരുത്ത് വരുത്തിയത്. UDF മുന്നണി വിപുലീകരണത്തിൽ വിസ്മയമുണ്ടാകുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിരലിലെണ്ണാവുന്ന ദിവസത്തിനപ്പുറം വിസ്മയമുണ്ടാകും. മുന്നണിയിലേക്ക് ആരൊക്കെ വരുമെന്ന് അപ്പോൾ കാണാം. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവില്ല എന്നും VD സതീശൻ. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. രാഹുലിനെ പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കും. 15-ന് വൈകിട്ട് രാഹുലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കേസെടുത്ത നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതിന് പിന്നാലെ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചു. കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ DGPക്ക് പരാതി. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയാണ് ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെ സൈബർ അധിക്ഷേപം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് DGPക്ക് പരാതി നൽകിയത്. ഉൾഭയത്തോടെ മാനസികമായി തകർന്നാണ് ഈ പരാതി കൈമാറുന്നതെന്ന് അതിജീവിത. ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന അധിക്ഷേപങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VM സുധീരൻ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ എത്തിയത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനപ്രകാരമായിരുന്നു. അധ്യക്ഷനാവാൻ ഉമ്മൻചാണ്ടിയെ പോലും മറികടന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച JS അഖിലിനെ അധ്യക്ഷനാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നുവെന്നും VM സുധീരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. ധാർമ്മികത ഉള്ളവരെ അതൊക്കെ ചെയ്യൂ. രാഹുൽ അത് ചെയ്യില്ലെന്നും MP രാജേഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത പരാതി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനുമാണ് അതിജീവിതയുടെ പരാതി. തന്റെ വ്യക്തിവിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായും ശക്തമായ നടപടി വേണമെന്നും പരാതിയിൽ അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല ദ്വാരപാലക കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യാൻ അനുമതി. കൊല്ലം വിജിലൻസ് കോടതിയാണ് SITക്ക് അനുമതി നൽകിയത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. മകരജ്യോതി ദർശനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. നാളെ വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ദർശന സായുജ്യമായി മകരദീപം തെളിയും. വൈകിട്ട് 5:30 തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ സ്വീകരണം നൽകും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു.
ശ്രീജിത്ത്, അങ്ങനെ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി ദർശനം അത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ വൈകിട്ട് ശബരിമലയിൽ മകരജ്യോതി ദർശിക്കാനാകും. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായും. ശബരിമല സന്നിധാനം ഏതാണ്ട് പൂർണ്ണമായും മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തുണ്ട്. ഇന്നലെ മുതലൊക്കെ തന്നെ സന്നിധാനം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഇന്നും സമാനമായ കാഴ്ചയാണുള്ളത്. ഇന്ന് ഭക്തരുടെ കാര്യത്തിൽ നിയന്ത്രണമുള്ള ദിവസം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പരമാവധി ഭക്തർ സന്നിധാനത്തേക്ക് ഇന്ന് എത്തുന്നുണ്ട്. ഇതിനകം തന്നെ ഇന്നലെ മിനിയാന്നുമൊക്കെ എത്തിയ ഭക്തർ തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 3 ലക്ഷം ഭക്തരുടെ അധിക വർധനവും ഉണ്ടായിട്ടുണ്ട്. 12 വരെയുള്ള കണക്ക് ഇന്ന് ദേവസ്വം ബോർഡ് പുറത്ത് വിട്ടത് പ്രകാരം 51 ലക്ഷം ഭക്തരാണ് ഇതുവരെ ശബരിമല സന്നിധാനത്തെത്തിയത്. വരുമാനവും കഴിഞ്ഞ തവണ 429 കോടിയാണെങ്കിൽ ഇത്തവണ അത് കഴിഞ്ഞ തവണ 380 കോടിയാണെങ്കിൽ ഇത്തവണ അത് 429 കോടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ വരുമാന വർധനവ്. പല വിവാദങ്ങളും നടക്കുന്ന ഒരു കാലത്തുകൂടിയാണ് ശബരിമല സന്നിധാനം ഇത്തവണത്തെ തീർത്ഥാടനം കടന്നുപോയത്. അവിടെയാണ് ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഒക്കെ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തീർത്ഥാടകർ തമ്പടിച്ച് കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് എല്ലായിടത്തും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പലയിടത്തും പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം വ്യൂ പോയിന്റുകളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി, സുരക്ഷ ഒരുക്കി കാത്തിരിക്കുകയാണ് പോലീസ്. ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണയും ഉണ്ടാകുക. ഈ പുല്ലുമേട്, ഒപ്പം തന്നെ പമ്പ ഹിൽ ടോപ്പ് ഉൾപ്പെടെയുള്ള ഈ സന്നിധാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും ഈ ദർശനത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ഭക്തർ തമ്പടിക്കുന്നുണ്ട്. അവിടെയും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു പകൽ കഴിഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ലാഹസത്രത്തിലാണ് വിശ്രമിക്കുക. നാളെ അവിടെ നിന്ന് രാവിലെ നിലയ്ക്കലേക്ക് എത്തുന്നു. തുടർന്ന് അട്ടത്തോട് വഴി കാനനപാതയിലേക്ക് വീണ്ടും പ്രവേശിച്ച് ഏതാണ്ട് നാളെ ഉച്ചയോടുകൂടി പമ്പ പിന്നിട്ട് പിന്നീട് വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഏതാണ്ട് 6:20 18-ാം പടി കടന്ന് തിരുവാഭരണ ഘോഷയാത്ര ഈ സന്നിധാനത്തിലേക്ക് എത്തും. ഏതാണ്ട് 6:30 ദീപാരാധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെയായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം ഭക്തർക്ക് ഉണ്ടാകുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി ഭക്തരുടെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. അത് സന്നിധാനത്തുള്ളവർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഉള്ളവരൊക്കെയും ഈ മകര വിളക്ക് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശബരിമലയിൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധനവുണ്ട്. ഈ മാസം 12 വരെ 51 ലക്ഷം തീർത്ഥാടകർ എത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷം കൂടുതലാണിത്. 429 കോടി വരുമാനമാണ് ഇത്തവണത്തെ വരുമാനം. കഴിഞ്ഞ വർഷം 380 കോടിയായിരുന്നു. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ആരോപണങ്ങൾക്ക് വിധേയമായ ഒന്നാണ് എന്നും ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിൽ ഇനി സ്പോൺസർമാർ വിളയാടില്ല. ദേവസ്വം ബോർഡ് അന്വേഷിച്ച് മാത്രമേ സ്പോൺസർഷിപ്പ് അനുവദിക്കൂ. ഇടനിലക്കാരില്ലാതെ നേരിട്ടാകും ഇനി സ്പോൺസർഷിപ്പ് അനുവദിക്കുക എന്നും കെ ജയകുമാർ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇത് തടഞ്ഞത്. 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത്. സി വേനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ മാസം 18 മുതലാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നുള്ള നിളയോരത്ത് മാഘമക മഹോത്സവം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. ഇതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയായിരുന്നു. മണൽത്തിട്ടയിലേക്ക് താൽക്കാലിക പാലം തീർത്തു. മണൽത്തിട്ടയിലെ കാട് വെട്ടിത്തെളിച്ച് അവിടെ താൽക്കാലിക നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിനിടെയാണ് വില്ലേജ് ഓഫീസർ ഇപ്പോൾ ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അനുവാദം വാങ്ങാതെയാണ് ഈ പ്രവർത്തികൾ നടത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇത് തടഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു ഒരുക്കങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന് സംഘാടകർ പറയുന്നു. കാരണം കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായൊക്കെ തന്നെ
ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 70% പൂർത്തിയാകുന്ന സമയത്ത് ഇത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് സംഘാടകർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും, അതായത് ഈ മാഘമഹോത്സവവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിലയിലേക്ക് ഇറങ്ങാതെ ഭാരതപ്പുഴയോട് ചേർന്ന് ക്ഷേത്രത്തോട് ചേർന്നുള്ള മേഖലകളിൽ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഇതിന്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ആളുകൾ വരുന്നത് വലിയ തോതിൽ ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മണലോരത്ത് പുഴയോരത്ത് ഇത്രയും വലിയ ഒരുക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുവാൻ ഈ നവബന്ധു ക്ഷേത്രത്തിന്റെ പരിസരത്ത് സാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ എന്തിനെ ഇത്തരത്തിൽ ഒരു നടപടി എടുത്തു എന്ന ചോദ്യമാണ് സംഘാടകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മറ്റാരുടെയെങ്കിലും പരാതി ഇതിന് പിന്നിലുണ്ടോ എന്നും അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ഈ സർക്കാരിന്റെ നടപടി, ഈ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ നടപടി ഈ നടത്തിപ്പിന് തടസ്സമാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മണൽ പരപ്പിലാകില്ല, പുഴയുടെ തീരത്തായിരിക്കും മഹോത്സവം നടക്കുക എന്നാണ് സംഘാടകർ ഏറ്റവും അവസാനമായി വ്യക്തമാക്കിയിരിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭം വ്യാപിക്കുമ്പോൾ ഇറാൻ നേതൃത്വത്തിനെതിരെ ഒരുമിക്കുകയാണ് വിവിധ ലോകരാജ്യങ്ങൾ. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അലി ഖമനേയി ഭരണത്തിനെതിരെ രംഗത്തെത്തി. തുടർച്ചയായ 5ാം ദിവസവും രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാർലിങ്കിന്റെ ഡിഷുകളും പോലീസ് കണ്ടുകെട്ടുന്നു. പ്രക്ഷോഭത്തിനിറങ്ങി നിരവധി പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, പ്രക്ഷോഭകരെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇപ്പോഴിതാ വിവിധ ലോകരാജ്യങ്ങളടക്കം സംഘടിക്കുകയാണ് ഇറാനെതിരെ. ഇനി എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും എന്ത് കണ്ടോ അത് തന്നെയാണ് ഇറാനിലും സംഭവിക്കുക എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ്. അവിടെ 37 പ്രവിശ്യകളിലായിട്ട് 100ഓളം നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അലി ഖമനയെ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളതിലുപരി അലി ഖമനയെ വധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികളുടെ മുദ്രാവാക്യമായി ഉയർത്തുന്നത്. അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിനായിട്ടാണ്, അതല്ലെങ്കിൽ പ്രക്ഷോഭകാരികളെ അടിച്ചൊതുക്കുന്നതിന് അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇന്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. ഒരു ദിവസം മാത്രം 200ഓളം ആളുകളുടെ മൃതദേഹങ്ങളാണ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പോലീസിന്റെ വെടിയേറ്റാണ് ഈ പ്രക്ഷോഭകാരികളിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതാണ് ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസിന്റെ നടപടികൾ ഉണ്ടായാൽ ശക്തമായ രീതിയിൽ അമേരിക്ക പ്രതികരിക്കും, തിരിച്ചടിക്കും എന്നുള്ള കാര്യം നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതാണ്. ആ സമയത്തൊക്കെ അമേരിക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വലിയ വാക്കുകളിൽ ഇറാൻ ഭരണകൂടം തിരിച്ചടിച്ചെങ്കിലും ഇറാനിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നൊക്കെ ആദ്യത്തെ സമയങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പക്ഷേ ഇറാൻ ഭരണകൂടം ഒരല്പം അയഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം അമേരിക്കയുടെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തി വരുന്നു. ഈ ഒരു പ്രക്ഷോഭത്തിൽ അമേരിക്ക ഇടപെടരുന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ സമരക്കാർക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി ഇറാന് വേണ്ടി അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അപ്പോഴും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായാൽ ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു സമവായത്തിന്റെ നീക്കത്തിലേക്ക് ഇറാൻ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. കഴിഞ്ഞ 5 ദിവസമായി അവിടെ ഇന്റർനെറ്റ് ഇല്ല. മാത്രമല്ല, ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോൾ പോലും ഈ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളും പുറം ലോകം അറിയുന്നുണ്ടെന്നുള്ള വിവരം റിപ്പോർട്ടുകൾ ഇറാനിൽ വന്നതോടുകൂടി തന്നെ അവിടെ സ്റ്റാർലിങ്കിന്റെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ ഡിഷുകൾ വച്ചിരിക്കുന്ന വീടുകളിൽ പോലീസ് എത്തുകയും ആ ഡിഷുകളെല്ലാം കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് ആളുകൾ ആശയവിനിമയം പുറം ലോകവുമായി നടത്തുന്നുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന വിവരങ്ങൾ അത് പുറത്തെത്തിക്കുന്നു എന്നുള്ള സംശയം ഇറാന്റെ ഭരണകൂടത്തിനും അവിടുത്തെ പോലീസിനുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ സ്റ്റാർലിങ്കിന്റെ ഡിഷുകൾ അവിടുന്ന് പോലീസ് കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ പലതും ഇപ്പോൾ നേരത്തെ തന്നെ ഇറാനെതിരെ രംഗത്ത് വന്നെങ്കിൽ ഇപ്പോൾ ജർമ്മനിയുടെ ചാൻസലറായിട്ടുള്ള ഫ്രെഡറിക് റെയ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ നടക്കുന്നത് ആളുകളെ കൊല്ലുന്ന പരിപാടിയാണ്. അവിടുത്തെ സർക്കാർ
പ്രക്ഷോഭകാരികൾക്കെതിരെ, സമരക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം ജർമ്മനി പറയുന്നുണ്ട്. അതുപോലെ UN-ഉം ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്തെത്തി. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിലെ സമാധാന നൊബേൽ ജേതാവായിട്ടുള്ള മലാല യൂസഫ്സായിയും സമരക്കാർക്ക് തന്റെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനിലെ സമരക്കാർക്ക് അനുകൂലമായാണ് താൻ നിലപാടെടുക്കുന്നത്. സമരക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഈ സമരക്കാരിൽ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനെതിരെ ഉള്ള സമരത്തിന് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് മലാല യൂസഫ്സായിയും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ലോക രാജ്യങ്ങളിൽ ഒരു വലിയ വിഭാഗവും ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. അലി ഖമനേയി ഭരണകൂടത്തിന് താഴെ ഇറങ്ങേണ്ടി വരുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭീകരർക്കെതിരായ പോരാട്ടം തുടരും. പാകിസ്ഥാന്റെ ഏത് തിരിച്ചടികൾക്കും തക്കതായ മറുപടി നൽകുമെന്നും ജനറൽ വ്യക്തമാക്കി. സേനയുടെ വാർഷിക പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലറും നൂറുൽ ഇസ്ലാം സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ ഡോക്ടർ AP മജീദ് ഖാൻ അന്തരിച്ചു. 91 വയസ്സിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സാങ്കേതിക പരിശീലന സംരംഭമായ അമരവിള NK ITI, കന്യാകുമാരി ജില്ലയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, നിംസ്, മെഡിസിറ്റി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ് ഡോക്ടർ AP മജീദ് ഖാൻ. അടൂർ EV കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ മികച്ച വാർത്തേതര പരിപാടിക്കുള്ള പുരസ്കാരം ന്യൂസ് 18. രാത്രി 10 മണിക്കുള്ള പോലീസ് പെട്രോളിന്റെ നിർമ്മാതാവ് പ്രദീപ് C. നെടുമണാണ് പുരസ്കാരത്തിന് അർഹനായത്. ജനുവരി 30 വൈകിട്ട് 4 മണിക്ക് അടൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. Clever 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.